നമ്മൾക്ക് ഈ വീഡിയോ പാർട്ടിൽ VPN എന്നതിനെ കുറിച്ച് പഠിക്കാം. അതായത് VPN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫോം വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നാണ്. ഓക്കെ, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ഓഫീസ് ഇന്ത്യയിലുണ്ടെന്ന് കരുതുക. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലുള്ള ഓഫീസാണെന്ന് കരുതുക. ഇന്ത്യയിൽ ഈ ഓഫീസിന് വേറൊരു ബ്രാഞ്ച് അങ്ങ് UK-യിലുണ്ടെന്ന് കരുതുക. അപ്പോൾ നമ്മൾ നേരത്തെ ലീസ് ലൈനിനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ ഇത്രയും ദൂരം നമ്മൾക്ക് ഏതൊക്കെയും ലീസ് ലൈനൊക്കെ എടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത്രയും ഹൈ റേറ്റ് ആണ്. അപ്പോൾ അതിനൊക്കെ ബദലായിട്ട് നമ്മൾക്ക് വേറൊരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും, VPN. അതായത് നമ്മൾക്കിപ്പോൾ ഇന്ത്യയിലെ ബ്രാഞ്ചും അതുപോലെ തന്നെ നമ്മുടെ UK-യിലെ ബ്രാഞ്ചും തമ്മിൽ നമ്മൾക്ക് എന്ത് വഴി കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും? ഇന്റർനെറ്റ് വഴി. ഓക്കെ, നമ്മൾക്ക് ഇന്റർനെറ്റിലോട്ട് കണക്ട് ചെയ്തിട്ട്, അതായത് UK ബ്രാഞ്ചും അതുപോലെ ഇന്ത്യയിലെ ബ്രാഞ്ചും നമ്മൾ ഇന്റർനെറ്റ് വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു VPN നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ രണ്ട് ബ്രാഞ്ചിലും നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കൊരു പബ്ലിക് IP അഡ്രസ് കിട്ടുമല്ലോ. എക്സാമ്പിൾ ആയിട്ട് 50.10.10.10 എന്ന് ഇവിടുത്തെ ഇന്ത്യയിൽ നിന്ന് കരുതുക. UK-യിലെ 70.10.10.10 ആണെന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ബ്രാഞ്ചുകൾ തമ്മിൽ ഇന്റർനെറ്റ് വഴി കണക്ഷൻ, ഇന്റർനെറ്റിൽ അവർക്ക് ഇന്റർനെറ്റ് വഴി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെർച്വലായിട്ട് നമുക്കൊരു കണക്ഷൻ, ഒരു ലോജിക്കൽ കണക്ഷൻ, അതായത് ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് നമുക്ക് ഇന്റർനെറ്റ് വഴി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുകയും അതുകൊണ്ട് അതിന്റെ ഫലമായിട്ട് നമുക്ക് സെക്യൂർ ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്നും UK-യിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് നമ്മളുടെ നെറ്റ്വർക്കിൽ തമ്മിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ VPN ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ VPN ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നോളജീസിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ടെക്നോളജീസ് യൂസസ് ഫോർ ക്രിയേറ്റ് VPN. അതായത് VPN ക്രിയേറ്റ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നോളജീസ് ആണ്. ഒന്നാമത്തത് GRE എന്ന് പറയും. GRE അതിന്റെ ഫുൾ ഫോം ജനറിക് റൗട്ടിംഗ് എൻക്യാപ്സുലേഷൻ എന്നാണ്. എൻക്യാപ്സുലേഷൻ. ഓക്കെ, അതുപോലെ തന്നെ വേറൊരെണ്ണമുണ്ട് DMVPN എന്ന് പറയും. അതായത് ഡൈനാമിക് മൾട്ടി പോയിന്റ് VPN. മൾട്ടി പോയിന്റ് VPN. ഈ സിംഗിൾ പോയിന്റ് GRE എന്ന് പറഞ്ഞാൽ ജനറിക് റൗട്ടിംഗ് എൻക്യാപ്സുലേഷൻ എന്നും DMVPN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈനാമിക് മൾട്ടി പോയിന്റ് VPN എന്നുമാണ്. അതായത് GRE എന്ന് പറയുന്നത് P2P ആണ്, അതായത് പോയിന്റ് ടു പോയിന്റ് ആണ്. DMVPN എന്ന് പറയുന്നത് പോയിന്റ് ടു മൾട്ടി പോയിന്റ് ആണ്. അതായത് പോയിന്റ് ടു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ ബ്രാഞ്ചും അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്റർനെറ്റ് വഴി നമ്മുടെ UK-യുടെ ബ്രാഞ്ചും തമ്മിലാണ് നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ടാണ് നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ അതിന് പോയിന്റ് ടു പോയിന്റ് എന്ന് പറയാം. ഈ ഇന്ത്യയിലെ ബ്രാഞ്ചും അതുപോലെ തന്നെ US-ൽ നമുക്ക് വേറൊരു ബ്രാഞ്ചുണ്ട്, ചെറിയ ബ്രാഞ്ചുണ്ട്. അങ്ങോട്ടൂടെ കണക്ട് ആവണമെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലോട്ടൂടെ നമുക്ക് പോകുന്നതിന് പോയിന്റ് ടു മൾട്ടി പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ DMVPN ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഡൈനാമിക് മൾട്ടി പോയിന്റ് VPN ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ പല ബ്രാഞ്ചുകളിലോട്ട് നമുക്ക്
VPN കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം GRE ആണെങ്കിൽ ഒറ്റ ഇതിലോട്ട് മാത്രമേ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് GRE ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് DMVPN ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ DMVPN അതുപോലെ തന്നെ GREക്ക് ഒരു പോരായ്മയുണ്ട്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നോ സെക്യൂരിറ്റി എന്ന് വേണേൽ പറയാം. അതായത് ഈ VPN ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും അവിടെ ഇതുവഴി പോകുന്ന ഡേറ്റ ഒന്നും എൻക്രിപ്റ്റഡ് ആയിട്ടല്ല പോകുന്നത്. അതുപോലെ തന്നെ പാസ്വേഡുകളൊന്നും രണ്ടിലും സെറ്റ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതിന് രണ്ടിനും സെക്യൂരിറ്റി ഇല്ല എന്ന് വേണേൽ പറയാം. അപ്പോൾ അങ്ങനെ സെക്യൂരിറ്റി പരമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കുന്നതിനായിട്ട് വരുന്ന വേറൊരു ടെക്നോളജിയാണ് IPsec എന്ന് പറയും. IPsec VPN എന്നാണ് അതിന് പറയുന്നത്. ഇതെന്ന് പറയുന്നതും പോയിന്റ് ടു പോയിന്റ് ആണ്. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ ഈ IPsec VPN ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഡേറ്റ സെക്യൂർ ആണ്. നമ്മൾ ഈ ടണൽ വഴി അയക്കുന്ന ഡേറ്റ, അതായത് VPN ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അയക്കുന്ന ഡേറ്റ സെക്യൂർ ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ സെക്യൂർ ആയിട്ട് എൻക്രിപ്റ്റഡ് ആയിട്ട് അയക്കുന്നതുകൊണ്ട് ഇടയിൽ വെച്ച് ഒരാൾ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാലും അയാൾക്ക് ഈ ഡേറ്റയിലൊന്നും ചേഞ്ചസുകൾ വരുത്താനായിട്ട് സാധിക്കില്ല. അതായത് no one can modify it. ഡേറ്റ സെക്യൂർ ആണ്, അതായത് എൻക്രിപ്റ്റഡ് ആണ്. No one can modify it. അതുപോലെ തന്നെ ഓതന്റിക്കേഷൻ ഉണ്ടാവും. ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ സൈഡിലും അതുപോലെ ആ സൈഡിലും ഓതന്റിക്കേഷന് വേണ്ടിയിട്ട് പാസ്വേഡുകൾ സെറ്റപ്പ് ചെയ്യും. അപ്പോൾ രണ്ട് സൈഡിലെയും പാസ്വേഡുകൾ മാച്ച് ആയാൽ മാത്രമേ ഉള്ളൂ ആ VPNന്റെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആകത്തുള്ളൂ. അങ്ങനെയുണ്ട്. പാസ്വേഡ് യൂസ് ചെയ്യുന്നത്. പാസ്വേഡ് അറ്റ് ബോത്ത് എൻഡ്സ്. അപ്പോൾ ഈ പാസ്വേഡ് വെരിഫൈ ചെയ്യും. പാസ്വേഡ് ഓക്കെ ആണെങ്കിലേ ഉള്ളൂ ആ കണക്ഷനൊക്കെ ആവത്തുള്ളൂ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് IPsec എന്ന് പറയുന്നത് പോയിന്റും മറ്റേത് DMVPN എന്ന് പറയുന്നത് മൾട്ടി പോയിന്റും ആണ്. അപ്പോൾ പൊതുവായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ DMVPN ഇനേബിൾ ചെയ്യും. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും? IPsec കൂടെ ഉൾപ്പെടുത്തും. അങ്ങനെയാണ് ഇപ്പോൾ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെയുള്ള സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ ഹയർ ക്ലാസ്, അതുപോലെ CCNA സെക്യൂരിറ്റി, CCNP സെക്യൂരിറ്റി, അത് അങ്ങനെയുള്ളതിലോട്ടൊക്കെയാണ് നമ്മളിത് കൂടുതലായിട്ട് ഈ VPNനെ കുറിച്ച് പഠിക്കുന്നത്. ഇപ്പോൾ ഈ CCNAയിൽ ഇതിനെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ CCNAയിൽ. ഇനി അടുത്തതായിട്ട് നോക്കുമ്പോഴത്തേനും നമ്മൾക്ക് പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ് നമ്മൾ ഈ VPN, രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് VPN ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ടൈപ്സ് ഓഫ് VPN എന്ന് പറയാം. ഒന്നാമതായിട്ട് സൈറ്റ് ടു സൈറ്റ് VPN എന്ന് പറയാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ മെയിൻ ഓഫീസ് അല്ലെങ്കിൽ മെയിൻ ബ്രാഞ്ച് ആ മെയിൻ ബ്രാഞ്ചിന് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളുടെ റൗട്ടറാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ബ്രാഞ്ചുകളിലോട്ട്, മെയിൻ ബ്രാഞ്ചിൽ നിന്ന് സബ് ബ്രാഞ്ചുകളിലോട്ട് കണക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ VPNലൂടെ ഇന്റർനെറ്റിലൂടെ നമുക്ക് ഇങ്ങനെ കണക്ഷൻ എടുത്ത്
നമ്മൾക്ക് സബ് ബ്രാഞ്ചുകളിലോട്ട് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒട്ടനവധി സബ് ബ്രാഞ്ചുകളിലോട്ട് നമുക്ക് മെയിൻ ബ്രാഞ്ചിൽ നിന്ന് കണക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കണക്ഷൻ പറയുന്ന പേരാണ് സൈറ്റ് ടു സൈറ്റ് VPN. ഓക്കെ, ഇതിന് ചെറിയൊരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റ് ടു സൈറ്റ് VPN എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് അലോസ് സൈറ്റ് VPN നമുക്ക് അലോ ചെയ്യുന്നു. It allows connect our main branch to sub branches. അതായത് മെയിൻ ബ്രാഞ്ചിൽ നിന്ന് സബ് ബ്രാഞ്ചുകളിലോട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇത് സബ് ബ്രാഞ്ചിൽ നിന്ന് സബ് ബ്രാഞ്ചിലോട്ടല്ല, മെയിൻ ബ്രാഞ്ചിലോട്ട് വന്നിട്ടാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഇനി വേറൊരു മോഡ് കണക്ഷൻ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് റിമോട്ട് ആക്സസ് VPN എന്ന് പറയുന്നത്. റിമോട്ട് ആക്സസ് VPN. ഈ റിമോട്ട് ആക്സസ് VPN എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്ത് നിങ്ങളിപ്പോൾ ഒരു ഹോട്ടൽ റൂമിലെത്തി. ആ ഹോട്ടൽ റൂമിൽ നിന്ന് നിങ്ങളുടെ കമ്പനിയിലോട്ട് നിങ്ങൾക്ക് കയറണമെങ്കിൽ എന്തുണ്ടാവണം? ആ ഹോട്ടലിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നേരിട്ട് കേബിൾ കണക്ഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. ആകപ്പാടെ ഉള്ളത് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് കണക്ഷൻ ഇന്റർനെറ്റിലോട്ട് പോയിട്ടുണ്ട്. ഈ ഇന്റർനെറ്റ് വഴി നമ്മൾക്ക് നമ്മുടെ കമ്പനിയിലോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ കമ്പനിയിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് കമ്പനിയിൽ ഒരു റൗട്ടർ വെച്ചിട്ടുണ്ടാവും. അതായത് അവിടെ VPN സെർവർ കോൺഫിഗർ ചെയ്തിട്ടുണ്ടാവും. VPN സെർവർ. അപ്പോൾ ഈ VPN സെർവറിനെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഓതന്റിക്കേഷൻ ലഭിക്കുകയാണ്. ഓതന്റിക്കേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനിയിലോട്ട് കയറി കമ്പനി നെറ്റ്വർക്കിലോട്ട് കയറി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്സസിനെയാണ് പറയുന്നത് റിമോട്ട് ആക്സസ് VPN എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ പാർട്ടിൽ കാണാം.